ഒരു ചെറിയ തലവേദന വന്നാൽ പോലും ഓടിപ്പോയി പാരസെറ്റമോൾ എടുത്ത് കഴിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ സൂക്ഷിച്ചോ, പാരസെറ്റമോൾ ഉൾപ്പെടെ 53 മരുന്നുകളാണ് ഇന്ത്യയിൽ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടത്. സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണ് പരിശോധന നടത്തിയത്. കാൽസ്യം, വിറ്റമിൻ D3 മരുന്നുകൾ, ഉയർന്ന രക്തസമ്മർദ്ദത്തിനും പ്രമേഹത്തിനുമുള്ള മരുന്നുകൾ എന്നിവയെല്ലാമാണ് പരാജയപ്പെട്ടത്. ഇന്ത്യൻ റെഗുലേറ്റർ നടത്തിയ പരിശോധനയിലാണ് ഇവയെല്ലാം പരാജയപ്പെട്ടത്. പാരസെറ്റമോൾ IP 500 mg, പാൻ-D, വിറ്റമിൻ B കോംപ്ലക്സ്, വിറ്റമിൻ C സോഫ്റ്റ് ജെൽസ്, വിറ്റമിൻ C, D3 ടാബ്ലറ്റ് എന്നിവയെല്ലാം ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ട മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അൽക്കം ലബോറട്ടറി, ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സ്, ഹെട്രോ ഡ്രഗ്സ്, കർണാടക ആന്റിബയോട്ടിക്സ്, പ്യൂർ ആൻഡ് ക്യൂർ ഹെൽത്ത് കെയർ, മെഗ് ലൈഫ് സയൻസ് എന്നീ കമ്പനികളുടെ മരുന്നുകളാണ് ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടത്. ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ട 53 മരുന്നുകളുടെ 2 പട്ടികയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇതിൽ ആദ്യ പട്ടികയിൽ 48 പ്രധാന മരുന്നുകളും മറ്റൊന്നിൽ 5 മറ്റു മരുന്നുകളും ഉൾപ്പെടുന്നുണ്ട്. അതേസമയം റിപ്പോർട്ട് അംഗീകരിക്കാൻ മരുന്ന് കമ്പനികൾ തയ്യാറായിട്ടില്ല.